ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിഷ് മസാജ് ഒഫീഷ്യൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറായിട്ടും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. പിന്നീടാണ് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തത് സവാളയാണ്. സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി, വളരെ കുറച്ച് മതി, അതും കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നു. ക്യാരറ്റ് ചേർക്കുമ്പോഴാണ് ഉപ്പുമാവ് കുറച്ചും കൂടി ടേസ്റ്റി ആവുന്നത്. അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് കൂട്ടി ഇളക്കി കുറച്ച് സമയം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ സമയം കുറച്ച് വെള്ളം ചൂടാക്കാൻ വേറൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്താണ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, റോസ്റ്റഡ് റവയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് പിന്നെ പ്രത്യേകം പിന്നീട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഈ വെജിറ്റബിൾസും ഒക്കെ ആയിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ആ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ ബൗള് ചെറിയ കപ്പ് റവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. പിന്നീട് നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്ത് ആ വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കും. അപ്പം ആ റവ നന്നായിട്ട് വെന്ത് കിട്ടും. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുക. അവസാനം നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വരും. അതിലേക്ക് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ ഉപ്പുമാവിൻ്റേത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ വെന്ത് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.